നമസ്കാരം. ലോക കായിക മാമാങ്കമായ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ സാന്നിധ്യം എന്നും സവിശേഷമായ ഒന്നാണ്. യൂറോപ്യൻ, തെക്കേ അമേരിക്കൻ ശക്തികളുടെ ആധിപത്യത്തിന് മുന്നിൽ പലപ്പോഴും ഏഷ്യൻ ടീമുകൾക്ക് കാലിടറിയിട്ടുണ്ട് എങ്കിലും ആധുനിക ഫുട്ബോളിൽ ആ പ്രതിച്ഛായയെ പൂർണ്ണമായും തിരുത്തിയെഴുതിയ ഒരു രാജ്യമുണ്ട്. അതാണ് ഉദയസൂര്യൻ്റെ നാടെന്ന് അറിയപ്പെടുന്ന ജപ്പാൻ. സാമുറായ് ബ്ലൂ എന്ന വിളിപ്പേരുള്ള ജപ്പാൻ ദേശീയ ഫുട്ബോൾ ടീം ഇന്ന് ലോകവേദിയിൽ ഏഷ്യയുടെ ഏറ്റവും വിശ്വസ്തരും ശക്തരുമായ പോരാളികളാണ്. കളിയിലെ അച്ചടക്കം, തളരാത്ത പോരാട്ട വീര്യം, കൃത്യതയാർന്ന പാസിംഗ് ഗെയിം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ട് അവർ ഫുട്ബോൾ ലോകത്തെ വമ്പന്മാരെ പോലും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ജപ്പാന്റെ ഫുട്ബോൾ ചരിത്രവും അവരുടെ ലോകകപ്പ് യാത്രയും പരിശോധിച്ചാൽ അത്ഭുതകരമായൊരു വളർച്ചയുടെ കഥയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരു കാലത്ത് ഏഷ്യയിൽ പോലും അത്ര വലിയ ശക്തിയല്ലാതിരുന്ന ജപ്പാൻ 90കളുടെ തുടക്കത്തോടെയാണ് തങ്ങളുടെ ഫുട്ബോൾ വ്യവസ്ഥിതിയെ അടിമുടി പരിഷ്കരിക്കുന്നത്. 93-ൽ രാജ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗായ ജെ ലീഗ് ആരംഭിച്ചതാണ് ഇതിൽ നിർണായകമായത്. പ്രാഥമിക ഘട്ടം മുതൽ കളിക്കാരെ വാർത്തെടുക്കാനുള്ള ജപ്പാന്റെ ദീർഘവീക്ഷണം വളരെ പെട്ടെന്ന് തന്നെ ഫലം കണ്ടു. 98-ൽ ഫ്രാൻസിൽ നടന്ന ലോകകപ്പിലാണ് ജപ്പാൻ ആദ്യമായി യോഗ്യത നേടുന്നത്. ആ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി എങ്കിലും ആഗോള ഫുട്ബോളിൻ്റെ വലിയ വേദിയിലേക്കുള്ള ജപ്പാന്റെ വാതിലുകളാണ് അവിടെ തുറക്കപ്പെട്ടത്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത ജപ്പാൻ അതിനുശേഷം നടന്ന എല്ലാ ലോകകപ്പുകളിലും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചു. 2002-ൽ ദക്ഷിണ കൊറിയയുമായി സംയുക്തമായ ലോകകപ്പിന് വേദിയായപ്പോൾ ജപ്പാൻ ആദ്യമായി പ്രീ ക്വാർട്ടർ ഘട്ടത്തിലേക്ക് യോഗ്യത നേടി തങ്ങളുടെ കരുത്ത് തെളിയിച്ചു. സ്വന്തം നാട്ടിലെ കാണികൾക്ക് മുന്നിൽ അവർ കാഴ്ചവെച്ച പ്രകടനം ഏഷ്യൻ ഫുട്ബോളിന് തന്നെ പുതിയൊരു ഉണർവ് സമ്മാനിച്ചു. തുടർന്ന് 2010, 18, 22 ലോകകപ്പുകളിലും അവർ ഗ്രൂപ്പ് ഘട്ടത്തിൻ്റെ കടമ്പ കടന്ന് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്ന മികച്ച താരങ്ങളുടെ മുൻനിര ഇന്ന് ജപ്പാനോടൊപ്പമുണ്ട്. പ്രീമിയർ ലീഗിലും ബുണ്ടസ് ലീഗിലും ഇറ്റാലിയൻ സീരി എയിലും തിളങ്ങുന്ന ജപ്പാൻ താരങ്ങൾ തങ്ങളുടെ അന്താരാഷ്ട്ര പരിചയസമ്പത്ത് മുഴുവൻ ദേശീയ ടീമിനായി പുറത്തെടുക്കുന്നു. ജപ്പാന്റെ ഫുട്ബോൾ ശൈലി ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളെ ആകർഷിക്കുന്ന ഒന്നാണ്. കളിയിൽ ഉടനീളം പുലർത്തുന്ന അതിവേഗ നീക്കങ്ങളും കൃത്യതയാർന്ന ടാക്ടിക്കൽ അച്ചടക്കവുമാണ് അവരുടെ പ്രധാന ആയുധം. എത്ര ശക്തരായ എതിരാളികൾക്ക് മുന്നിലും അവർ ഭയമില്ലാതെ പന്ത് തട്ടുന്നു. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു 2022-ൽ ഖത്തറിൽ നടന്ന ലോകകപ്പ്. മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയും സ്പെയിനിനെയും 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ജപ്പാൻ അന്ന് ലോകത്തെ ഞെട്ടിക്കുകയായിരുന്നു. മരണ ഗ്രൂപ്പെന്ന് വിശേഷിക്കപ്പെട്ട ഗ്രൂപ്പിൽ നിന്നും 1ാം സ്ഥാനക്കാരായിട്ടാണ് അന്ന് സാമുറായ് ബ്ലൂ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് പ്രവേശിച്ചത്. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ചിലതായിരുന്നു അത്. ക്രൊയേഷ്യക്കെതിരായ പ്രീ ക്വാർട്ടറിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവർ വീണു എങ്കിലും ലോകത്തിൻ്റെ മുഴുവൻ കയ്യടി നേടിയാണ് ജപ്പാൻ അന്ന് മടങ്ങിയത്. മൈതാനത്തിലെ കളി മികവിനൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ ഹൃദയം കീഴടക്കുവാൻ ജപ്പാന് കഴിഞ്ഞത് അവരുടെ സാംസ്കാരിക മഹിമ കൊണ്ടുകൂടിയാണ്. മത്സരം ജയിച്ചാലും തോറ്റാലും കളിക്ക് ശേഷം തങ്ങളിരുന്ന ഗാലറിയിലെ മാലിന്യങ്ങൾ പൂർണ്ണമായും വൃത്തിയാക്കിയ ശേഷമേ ജപ്പാൻ ആരാധകർ കളിസ്ഥലം വിട്ടുപോകാറുള്ളൂ. അതുപോലെ തന്നെ ലോകകപ്പ് കളിച്ചതിന് ശേഷം തങ്ങളുടെ ഡ്രസ്സിംഗ് റൂം ഒട്ടും അഴുക്കില്ലാതെ വൃത്തിയാക്കി വയ്ക്കുകയും ആതിഥേയർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കടലാസ് കൊക്കുകളെ സമ്മാനമായി വയ്ക്കുകയും ചെയ്യുന്ന ജപ്പാൻ ടീമിൻ്റെ ശീലം അന്താരാഷ്ട്ര തലത്തിൽ വലിയ മാതൃകയായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കളിക്കളത്തിനകത്തും പുറത്തും അവർ പുലർത്തുന്ന ഈ അച്ചടക്കവും ബഹുമാനവും അവരെ മറ്റു ടീമുകളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നു. ഏഷ്യൻ ഫുട്ബോളിൻ്റെ പതാകവാഹകരായി ജപ്പാൻ മുന്നേറുമ്പോൾ അത് മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കും വലിയ പ്രചോദനമാണ്. ഫുട്ബോൾ കേവലം ശാരീരിക ക്ഷമതയുടെ മാത്രം കളിയല്ല എന്നും മികച്ച ആസൂത്രണവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ലോകത്തിൻ്റെ നിറകിലെത്തിയാൻ ഏഷ്യൻ രാജ്യങ്ങൾക്കും സാധിക്കുമെന്നും ജപ്പാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇന്ന് ലോകകപ്പിൽ ഏതൊരു വമ്പൻ ടീമും ഭയക്കുന്ന കറുത്ത കുതിരകളാണ് ജപ്പാൻ. വരാനിരിക്കുന്ന ലോകകപ്പുകളിൽ ക്വാർട്ടർ ഫൈനൽ എന്ന തങ്ങളുടെ സ്വപ്ന കടമ്പയും കടന്ന് അതിനപ്പുറത്തേക്ക് കുതിക്കുവാൻ സാമുറായ് നിലപ്പടയ്ക്ക് സാധിക്കുമെന്നാണ് ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നത്. അതിനായുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള തയ്യാറെടുപ്പുകളുമായി ഉദയസൂര്യൻ്റെ നാട്ടിലെ പോരാളികൾ തങ്ങളുടെ പ്രയാണം തുടരുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.